കണ്ണാടി പൂവക്കോട് ഭദ്രകാളി ദേവി നാഗരാജ നാഗയക്ഷി ക്ഷേത്ര പ്രതിഷ്ഠാ മഹാമഹം മെയ് 28 മുതൽ ജൂൺ 5 വരെ നടക്കും. പെരുമ്പടപ്പ് വൈദികൻ ഹൃഷികേശവൻ സോമയാജിപ്പാട് ഹോമകുണ്ടങ്ങൾക്ക് നേരിട്ട് തീ പകരുന്നതോടെ പ്രതിഷ്ഠാ മഹാമഹത്തിന് തുടക്കമാകുമെന്ന് ക്ഷേത്രം തന്ത്രി ഡോക്ടർ TS വിനീത് ഭട്ട വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 127 ദിവസം കൊണ്ടാണ് വിനായകൻ മഹാവിഷ്ണു, ഭുവനേശ്വരി സുബ്രഹ്മണ്യൻ ധർമ്മശാസ്താവ്, സങ്കടമോചന ഹനുമാൻ സ്വാമി, ഗണ്ഡാകർണൻ എന്നീ ഉപദേവതകളോടെ കണ്ണാടി ഭദ്രകാളി ദേവി നാഗരാജ നാഗയക്ഷി ക്ഷേത്രം നിർമ്മിച്ചത്. ചുറ്റമ്പലം, ധ്വജം എന്നിവയടങ്ങുന്ന പൂർണ്ണക്ഷേത്രമാണ് നിർമ്മിച്ചത്. ക്ഷേത്രം പ്രതിഷ്ഠാ മഹാമഹത്തോടനുബന്ധിച്ച് ക്രിയാവിവരണം, ആചാര്യവരണം, മുളയിടൽ, ബിംബശുദ്ധി, പ്രായശ്ചിത്ത ഹോമങ്ങൾ എന്നിവ നടക്കും. പ്രതിഷ്ഠ മഹാമഹത്തിന്റെ ഓരോ ദിനത്തിലും രാജ്യത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെയും ആശ്രമങ്ങളിലെയും ആചാര്യന്മാരുടെ സാന്നിധ്യമുണ്ടാവും. പ്രാസാദശുദ്ധി, അസ്ത്രകലശം, രക്ഷോഘന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശം, വാസ്തുബലി, വാസ്തുപുണ്യാഹം, ശിരസ്ത്വഹോമം, അധിവാസഹോമം, ധ്യാനാധിവാസം എന്നിവയ്ക്ക് ശേഷമാണ് ദേവപ്രതിഷ്ഠ. ക്ഷേത്രസന്നിധിയിലെത്തുന്ന ആചാര്യന്മാരെയും പ്രമുഖരെയും പുരസ്കാരങ്ങൾ നൽകി സ്വീകരിക്കും. പ്രതിഷ്ഠാദിനത്തിന് ശേഷം 41-ാം ദിവസം ധ്വജപ്രതിഷ്ഠ നടക്കുമെന്നും ഡോക്ടർ TS വിനീത് ഭട്ട് പറഞ്ഞു. 3 വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു നാഗരാജ നാഗയക്ഷി പ്രതിഷ്ഠ നടത്തുകയും 3 വർഷം കൊണ്ട് ഇവിടെ ഒരു മാറ്റം വരികയും ചെയ്യുമെന്നാണ് താമ്പൂലി പ്രശ്നത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല 3-ാം പ്രതിഷ്ഠാ വാർഷികമാകുമ്പോൾ ഇങ്ങനൊരു മഹാക്ഷേത്രം ഇവിടെ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇത് അത്ഭുതകരമായിട്ട് ആ ക്ഷേത്രം ഉണ്ടായി. പിന്നെ പ്രതിഷ്ഠ തന്നെ ഒരു പാഠ്യവിഷയം പോലെയാണ്. അവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ പ്രതിഷ്ഠ എന്തിനാണെന്ന് ഞങ്ങൾ നിത്യവും പ്രഭാഷണത്തിലൂടെ പറഞ്ഞ് ബോധവൽക്കരിച്ചുകൊണ്ടാണ് ഈ 9 ദിവസം നടക്കുന്ന പ്രതിഷ്ഠ നടത്തുക. 28-ാം തീയതി രാവിലെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കുക. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് 3 ത്രേതാഗ്നി സൂക്ഷിക്കുന്ന സോമയാജിപ്പാടിൽ മനയുള്ളത്. സോമയാഗം, അതിരുദ്രം, അതിരാത്രം തുടങ്ങിയ ഹോമങ്ങൾ നടത്തുന്ന 150 വർഷമായി കെടാതെ 3 ഹോമകുണ്ടം സൂക്ഷിക്കുന്നൊരു മനയുണ്ട്. സാധാരണ അവിടുന്ന് അഗ്നി പകർന്നു കൊടുക്കുന്നത് മഹായാഗങ്ങൾക്ക് മാത്രമാണ്. പക്ഷെ കണ്ണാടിയിലെ ഈ പ്രതിഷ്ഠയ്ക്ക് സോമയാജിപ്പാട് നേരിട്ട് വന്നിട്ടാണ് ഞങ്ങൾക്ക് യാഗശാലയിൽ അഗ്നി പകർന്നു നൽകുക എന്നുള്ളൊരു വിശേഷം കൂടി ഇതിനുണ്ട്. ഭാരവാഹികളായ K രമേഷ് കുമാർ, P പ്രശോഭ്, ദാസ് പ്രകാശ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.